ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ്. ആ നായർ സമുദായം, ആ സഹോദര സമുദായത്തെ ഈ ഒരു തീരുമാനം ഉണ്ടായി എന്നതിന്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളിപ്പറയരുതേ എന്നൊരു അപേക്ഷയിക്കുന്നു. കാരണം ഇതിനകത്ത് ഈ ചോര കുടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവ് നയമുണ്ട്. നിഷ്കളങ്കനായ സുകുമാരൻ നായർ, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ആദ്യം വന്നത്. പിന്നെ അദ്ദേഹം തിരുത്തേണ്ടി വന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക്, തീരുമാനങ്ങൾക്കും ബോർഡിന്റെ തീരുമാനങ്ങൾക്കും വിധേയമാണ്. ഇത് മനസ്സിലാക്കാൻ, മാറി ചിന്തിക്കുവാൻ ഉണ്ടായ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാഴൂർ പഴിമനെ പോകേണ്ടതില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാളെ തൊട്ട് നായരെ ചീത്ത പറഞ്ഞേക്കണം, അതാണ് നമ്മുടെ യോഗം കൂടി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി മാധ്യമങ്ങളെ. ഒരിക്കലും നായർ സഹോദരന്മാര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായ ഞങ്ങളുടെ എല്ലാം ചോര ഒന്നാണ്. ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ്, ആചാരം ഒന്നാണ്, അനുഷ്ഠാനം ഒന്നാണ്. അതുകൊണ്ട് ഇത്തരത്തെ ഐക്യത്തിന്റെ പേരിൽ എന്തുണ്ടായാലും ഇന്നല്ലെങ്കിൽ എല്ലാം നാളെ സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ഷമയോടുകൂടി കാണാനും കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം ഈ വിഭാഗീയത ലോക അവസാനം വരെ നിൽക്കുന്ന ഒരു വിഭാഗീയതല്ല. മിസ്റ്റർ സുകുമാരൻ നായർ അദ്ദേഹം കാണിച്ച വിശാല മനസ്സിലാണ്. എനിക്ക് ഇരട്ടി ശങ്കും തന്റെ ഇടവും നൽകി അദ്ദേഹം. തിണ്ണ നിറങ്ങി നടന്നില്ലേ, ഒരു നേതാവിന്റെ മുമ്പിൽ പോകല എന്ന് പറഞ്ഞവന് തിണ്ണ നിറങ്ങിത്താൻ ഇവിടെ നടന്നില്ലേ എന്ന് പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിപ്പോയോണ്ട് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെന്നെ വേട്ടയാടിയപ്പോൾ നമുക്ക് കരുത്തായി, താങ്ങായി, തണലായി നിന്ന് സുകുമാരൻ നായർ മാത്രം. സമയം നിൽക്കണ്ടേ? അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണ്. ആ സമുദായത്തിന്റെ വികാരം, മറ്റു വന്നുള്ള വികാരം രാഷ്ട്രീയം.